ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏഷ്യൻ പെയിൻസിൻ്റെ സിങ്ക് ടാപ്പാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതൊരു മോഡലാണ്. ഏഷ്യൻ പെയിൻറ്റ്സ് തന്നെ ഒരുപാട് പ്ലംബിങ്ങിൻ്റെ മെറ്റീരിയൽസും അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം ഫിറ്റിങ്സുകളും ഓൾറെഡി ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്കത് ഒന്ന് പരിചയപ്പെടാം. അത് വിദേശ കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ അത് MRP കാര്യങ്ങളൊക്കെ നോക്കാം. അതിൻ്റെ സിങ്ക് ടാപ്പിന് ഒരെണ്ണം വന്നത് 1700 ഒരു ടാപ്പിന് വില വരുന്നത്. നമുക്ക് ആ ടാപ്പ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അത് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്, അതിൻ്റെ സപ്ലൈ കാര്യങ്ങളെല്ലാം ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ തന്നെയാണ് പ്രൊഡക്ട്സ് വരുന്നത്. ഇനി നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുന്ന മോഡലാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം നമുക്ക് ഭിത്തിയിൽ, അതായത് സിങ്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ രീതിയിൽ ഏത് ഡയറക്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്ന ലെവലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് എങ്ങനെ ഉറപ്പിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിങ്കിൽ നിന്ന് ഏകദേശം ഒരു 5 ഇഞ്ച് ഹൈറ്റ് കിട്ടാവുന്ന രീതിയിൽ നമ്മൾ ഹോൾ കൊടുത്തിരിക്കുന്നത്, അതായത് ടാപ്പ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം സെൻറ്ററിൽ കറക്റ്റ് സിങ്കിൻ്റെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും തമ്മിൽ ഏകദേശം 3.25 ഇഞ്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടെന്ന് പറയുമ്പോൾ രണ്ട് ടാപ്പും തമ്മിലുള്ള അകല വ്യത്യാസം വരുന്നത് 6.5 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കർവ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, കുറച്ചുകൂടി വൈഡായിട്ട് സാധാരണ ടാപ്പുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വൈഡാണ്. അപ്പോൾ നമുക്ക് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിങ്കിൻ്റെ സെൻറ്ററിലേക്ക് തന്നെ വരുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കത് ടാപ്പ് തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് കുറച്ചുകൂടി വൈഡായിട്ട് അതിൻ്റെ കർവ് ഉള്ളതുകൊണ്ട് നമുക്ക് ടാപ്പിൻ്റെ വരുന്ന വെള്ളം നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് പല ടാപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും അതിൻ്റെ കർവ് കുറവായിട്ടാണെങ്കിൽ അത് നമുക്ക് അത്രയും ലെങ്ത്തിലേക്ക് കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൻ്റെ താഴെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ഫോമിംഗ് ലെവൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു നെറ്റ് അതിൻ്റെ ഉള്ളിൽ ഇട്ട് ഓൾറെഡി ഉണ്ട്. ആ നെറ്റിൽ വന്നിട്ട് എപ്പോഴും വേസ്റ്റ്, അതായത് വെള്ളത്തിൽ വരുന്ന ഊറൽ കാര്യങ്ങൾ അടിയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഊറൽ അടിയുന്ന സമയത്താണ് വെള്ളം കുറവായിട്ടും ഒട്ടും വെള്ളം ഫോഴ്സ് ഇല്ലാത്ത രീതിയിൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് ബ്ലോക്ക് ആവുന്ന അവസ്ഥ. ഇടയ്ക്ക് അത് നമ്മൾ ഉപയോഗിച്ചു, അതായത് ജസ്റ്റ് ഒന്ന് ഊരി ക്ലീൻ ചെയ്യാൻ സാധിക്കും. എൻ്റെ തമ്പത്ത് കാണുന്ന ആ മെറ്റീരിയൽ നമുക്ക് ഊരിയിട്ട് അതിന് നെറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം ഫോഴ്സ് തന്നെ, നമ്മൾ എങ്ങനെയാണോ ഹൈ ഫോഴ്സ് തന്നെ നമുക്ക് എത്രയാണോ ഫോഴ്സ് നമ്മുടെ വീട്ടിലുള്ളത് അതേ സെയിം അവസ്ഥയിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങനത്തെ 2 ടാപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമുക്ക് സാധാരണ ടാങ്കിൽ നിന്നുള്ള വെള്ളവും, രണ്ടാമത് നമ്മൾ കിണറിൽ നിന്ന് യൂസ് ചെയ്യുന്ന കിണറിലേക്ക് കിണറിലെ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വെള്ളം, അതായത് ടാങ്കിലേക്ക് കയറുന്ന സമയത്തും നല്ല പ്യൂറായിട്ടുള്ള വെള്ളം, കിണറിലെ വെള്ളം പ്യൂറാണെങ്കിൽ ആ വെള്ളം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ 2 ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ലെങ്ത്തിലേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അടുത്ത് നിന്ന് കഴുകുന്നതിനും പെട്ടെന്ന് അങ്ങനെ തെറിക്കുകയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഡീസൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ MRP കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ 1700 റേറ്റ് വരുന്നത്. എന്തായാലും ഡിസ്കൗണ്ട് കാര്യങ്ങൾ എന്തായാലും നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.